തൃശ്ശൂർ കെടികളല്ലേ സൂപ്പർ. തൃശ്ശൂർ കെടികൾ സൂപ്പർ. പൂരത്തിൻ്റെ പുലികളിയുടെ നാടാണ് തൃശ്ശൂർ. ആ തൃശ്ശൂർ ഇനി അറിയപ്പെടുക മറ്റൊരു പേരിൽ കൂടിയായിരിക്കും. ഉത്തരവാദിത്ത കലോത്സവം വിജയകരമായി നടത്തിയ ഒരിടം എന്ന പേരിലായിരിക്കും തൃശ്ശൂർ അറിയപ്പെടുക. ഇത്തവണത്തെ കലോത്സവത്തിന്, അതിൻ്റെ സംഘാടനത്തിന് ഇവിടെ എത്തിയ മനുഷ്യർ എത്ര മാർക്ക് നൽകുന്നു എന്ന് പരിശോധിക്കുകയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? കോഴിക്കോട് രാമനാട്ടുകര സ്ഥലത്താണ് വരുന്നത്. നമ്മുടെ 64ാമത് കലോത്സവം സമാപിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സംഘാടനം എങ്ങനെയാണ്? മികച്ച സംഘാടനം. അതുകൊണ്ടാണ് ഇപ്പോൾ പരിപാടിയൊക്കെ എത്ര നേരത്തെ കഴിഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ സാധാരണ ഒന്നാമത്തെ വേദി തീരാതെ ലേറ്റ് ആവുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു. അതെ 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 നടക്കുന്നുണ്ട്. നല്ലതായിട്ട് നടന്നു. എത്ര മാർക്ക് കൊടുക്കും സംഘാടനത്തിന്? 100%. കുഴപ്പമില്ല. ആദ്യത്തെ ദിവസം കുറച്ചൊരു ഇതുണ്ടായിരുന്നു, അതും കൂടി പരിഹരിച്ച് പിന്നീട് ദിവസങ്ങൾ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ്. അതെ, എല്ലാ ദിവസവും അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. ആ ഒരു സംഘാടനത്തിൻ്റെ മികവിനെ എന്തായാലും നമ്മൾ പ്രശംസിച്ചേ മതിയാവും. ഒരു 98% മാർക്ക് എന്തായാലും കൊടുക്കാം. ആയിക്കോട്ടെ. കോഴിക്കോടുകാർ കൊടുക്കുന്നത് തൃശ്ശൂരിന് 100-ലും 100-ഉം 98. അപ്പോൾ ഞങ്ങൾ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ വന്നിട്ടില്ല. കപ്പ് കൊണ്ടുപോകാൻ പാകത്തിൽ വന്നാൽ അതെ 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 ൂരമായിട്ടാണ് ഞങ്ങൾ മത്സരം നടക്കുന്നത്. എന്തായാലും കലോത്സവം ഇനിയും നമുക്ക് തൃശ്ശൂർ സംഘടിപ്പിക്കാവുന്നത്. തീർച്ചയായിട്ടും തൃശ്ശൂർ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. കോഴിക്കോടിനെയൊക്കെ അപേക്ഷിച്ച് നല്ല സാംസ്കാരിക നഗരമാണല്ലോ തൃശ്ശൂർ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു പിന്നെ അതുപോലെ പൂരങ്ങളുടെ നാടായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വിജയിപ്പിക്കാൻ അവർക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല. നല്ല മനുഷ്യരാണ് തീർച്ചയായും. തൃശ്ശൂർ കെടികളല്ലേ സൂപ്പർ. തൃശ്ശൂർ കെടികൾ സൂപ്പർ. തൃശ്ശൂർക്കാരോടാണ് അതെ, വളരെ ഗംഭീര പരിപാടിയായിരുന്നു. ഏറ്റവും നന്നായിട്ട് ഇത് നടത്താൻ കഴിഞ്ഞു. വളരെ ഒരു കംപ്ലൈൻറ്റും ഇല്ലല്ലോ. മേജറായിട്ടൊരു കംപ്ലൈൻ്റ് ഒന്നും ആർക്കുമില്ല. പിന്നെ കുറച്ച് സിറ്റിങ്ങിൻ്റെ അത് വരും. അതായത് ഇങ്ങനെ ഒരു കലാമേള ഇത്രത്തോളം ജനങ്ങളെ ഉൾക്കൊള്ളിക്കുമ്പോൾ എല്ലാവരും ഇരിക്കാനുള്ള സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ വളരെ നന്നായിരുന്നു. ആളുകൾ നിന്നിട്ടായാലും കാണാൻ തയ്യാറാണ്. വളരെ ആസ്വദിച്ചു. പിന്നെ ഇത് സാംസ്കാരിക തലസ്ഥാനം കൂടിയാണല്ലോ. ഇവിടെ വെക്കുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ടാവും. എല്ലാവരും ഞങ്ങളൊക്കെ ഓരോരോ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് സാധാരണ ദിവസങ്ങളിലും സാംസ്കാരിക രംഗത്ത് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രണയപൂർവം ഏണാംഗചൂട്. ഇത് ഒരുപാട് പേര് ഇവിടെ കാര്യമായിട്ട് എന്തോ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനിടയിലേക്ക് ഇടിച്ചു കയറട്ടെ. അപ്പോൾ സ്വാഭാവികട്ടെ, നമ്മുടെ കലോത്സവം കഴിഞ്ഞിരിക്കുകയാണ്. കലോത്സവത്തിന് എവിടെ നിന്ന് വരുന്നു? തൃശ്ശൂരിൽ നിന്ന്. എല്ലാവരും ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരാ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ കലോത്സവം? അടിപൊളി. എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട്? 100-ൽ 100 ആണോ? പിന്നെ ഞങ്ങൾ തൃശ്ശൂരുകാരല്ലേ, ഞങ്ങളുടെ നാട്ടിലാവുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അഹങ്കാരമല്ല. ഇവിടെ കുറച്ച് കുട്ടികൾ നല്ല മനോഹരമായിട്ട് നിൽക്കുന്നതാണെന്നുണ്ട്. എവിടെ വരുന്നത്? ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ കലോത്സവം സമാപിച്ചു. സ്വാഭാവികമായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ സംഘാടനം എന്നാണെന്ന് നമുക്കറിയാം. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെയൊക്കെ വരാൻ പറ്റുമെന്നും. പിന്നെ സംഘാടകരൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് എല്ലാ പരിപാടിയും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. മൈക്കും സെറ്റിങ്സ് എല്ലാം നല്ലതായിരുന്നു. നല്ലതായിരുന്നു പരിപാടിയൊക്കെ. ആദ്യമായിട്ടാണോ തൃശ്ശൂർ? എങ്ങനെയുണ്ട് തൃശ്ശൂർക്കാരുടെ സ്നേഹം? കുഴപ്പമില്ല, നല്ല. എത്ര മാർക്ക് കൊടുക്കും സംഘാടനത്തിന്, തൃശ്ശൂർക്കാരുടെ സ്നേഹത്തിന്? സ്നേഹത്തിന് ഫുൾ മാർക്ക് കൊടുക്കാം. ഫുഡൊക്കെ നമ്മളിവിടെ നിന്ന് വന്നിട്ട് ആ ഒരു ഫുഡിന്റെ കാര്യമൊക്കെ പറയുന്നത് നമ്മൾ ആദ്യമായിട്ടല്ല ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ എല്ലാം അടിപൊളിയൊക്കെ ആയിരുന്നു. സംഘാടകർക്ക് ഒരു 10-10 കൊടുക്കാം. തൃശ്ശൂർക്കാരൻ തന്നെയാണ്. ഓക്കെ. ആണ്. ഈ 5 ദിവസം അങ്ങനെ വളരെ കെങ്കേമമായി കലോത്സവം കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും തൃശ്ശൂർക്കാരെന്ന രീതിയിൽ ഇതിൻ്റെ സംഘാടനത്തെ നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്? വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച്, ഭക്ഷണമാണെങ്കിലും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണല്ലോ. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, അറേഞ്ച്മെൻറ്റ്സ്, കുട്ടികളുടെ അക്കോമഡേഷൻ എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. അതിനേറെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനേക്കാൾ വലിയൊരു നമ്മളുടെ മനസ്സും ഒക്കെ നിറയുന്ന ഒരു കലോത്സവം അത് തന്നെ. കൗമാരപൂരമായി
തീർച്ചയായിട്ടും കൗമാരപൂരമായിരുന്നു. അത് കൗമാരപൂരമായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് വയസ്സിലുള്ളവർക്കും കൗമാരം വന്നെത്തുന്ന പൂരമായിരുന്നു എന്ന് പറയാനാണ് കൂടുതൽ. അപ്പൊ ഇപ്പൊ എത്ര വയസ്സിലേക്ക് തിരിച്ചുപോയി? നമ്മൾ ഇപ്പം തന്നെ ഞങ്ങളിതേ കുട്ടിക്കാലം ചെറിയ കുട്ടികളായി അവിടെ നിന്ന് ഇങ്ങനെ ബഹളം വെച്ച് വരുമ്പോൾ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞ് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല കുട്ടികളായിന്ന്. ഇപ്പം ഞങ്ങൾ കുട്ടികളായി, മുതിർന്നവരായി, അധ്യാപകരായി എല്ലാം കൊണ്ടും നിറഞ്ഞ് നടക്കുകയാണ്. ഈ കലോത്സവം എന്നൊക്കെ വിട്ടു പോകും നിന്ന് കഴിയുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു എന്നെ പോലെ 16 വയസ്സായി. 16-നേക്കാൾ കുറച്ചുകൂടെ താഴേക്ക് പോയി. ഞങ്ങൾ 5-ലെത്തി. എത്ര സംഘാടനത്തിന് എത്ര മാർക്ക് കൊടുക്കും? സംഘാടനത്തിന് ഔട്ട് ഓഫ് ഏത് ഒരു 10 സ്കെയിൽ 10-ലാണെങ്കിൽ ഒരു 9. മറ്റുന്നില്ല വാഴ്ത്തുന്നു മദനന്റെ കീർത്തിയെ മറ്റുന്നില്ല സാമ്യമകന്നൊരു ധ്യാനം. ചെറുതുരുത്തി ഏതാ ജില്ല? തൃശ്ശൂർ ജില്ല. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കലോത്സവം ഒക്കെ കഴിഞ്ഞു? അപ്പൊ സംഘാടനം ടോട്ടലി 5 ദിവസം എങ്ങനെ? സൂപ്പറായിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഒരു കലോത്സവം തന്നാലും നമ്മളെ അയ്യോ സത്യമായിട്ടും തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അത്ര എല്ലാവർക്കും പരിചയപ്പെടുന്ന ഒരു സ്ഥലമില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ കലോത്സവത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. തൃശ്ശൂർ നല്ല രീതിയിൽ സംഘടിപ്പിച്ചു. അപ്പോൾ അത് നമുക്കൊരു അഭിമാനമാണ്. നമ്മളൊരു തൃശ്ശൂർക്കാരിയല്ലേ, തീർച്ചയായിട്ടും ഇനിയും ഇവിടെ തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഫസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാംസ് മിസ്സായി. അപ്പോൾ അത് ഇനിയും കാണാൻ വേണ്ടിയിട്ട് സ്കൂളുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാതെ ഇവിടെ തന്നെ തന്നെയല്ലേ? അതെ 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 തീർച്ചയായിട്ടും തൃശ്ശൂർക്കാരെ എല്ലാത്തിനും നല്ലതായിട്ട് സംഘടിപ്പിക്കുന്നവരാണ് എല്ലാ പ്രോഗ്രാംസും. കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാണ്. ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ MSc ചെയ്യുന്നവരാണ്. ഏതാ ജില്ല? ഞങ്ങൾ പാലക്കാട്. ആലപ്പുഴ, മലപ്പുറം. അങ്ങനെ പല ജില്ലയുണ്ട്. ഏതാ ജില്ല? തൃശ്ശൂർ, തിരുവനന്തപുരം. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണേ, കലോത്സവം 5 ദിവസം നടന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ കലോത്സവത്തിൻ്റെ സംഘാടനം? നല്ലതായിരുന്നു. ഇന്നലത്തെ ഗ്രൂപ്പ് ഡാൻസ് എല്ലാം വളരെ നല്ലതായിരുന്നു. സംഘാടനം എങ്ങനെ? കുഴപ്പമില്ലായിരുന്നു. എല്ലാം നല്ല എല്ലാ രീതിയിലും നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സും സ്റ്റേജ് ആണെങ്കിലൊക്കെ അധികം ഡിസ്റ്റൻസ് ഇല്ലാതെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല സംഘാടനം തന്നെയാണ്. കൊള്ളാം. 10-ൽ 9.5. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു, അതേ കേരളത്തിൽ എവിടെയും സംഘടിപ്പിച്ചു. കൊള്ളാം. തൃശ്ശൂർ ഈ സ്ഥല സൗകര്യം ഇഷ്ടമായോ? ഇഷ്ടമായി. കഥയൊന്നും അറിയാതെ വീടു വിട്ടു നാലണയ്ക്കു തെണ്ടുന്നു കുഞ്ഞുമകൻ. എങ്കിലും അഭിമാനത്തോടെ പറയുമവൻ, ആയിഷ ഉമ്മാന്റെ പൊന്നുമോനാണു ഞാൻ. ആരോ കറക്കിയെറിഞ്ഞിട്ടു നാടിന്റെ നേരെ വരുമേറു പമ്പരം പോൽ. പറയാതെ പറയുന്നു ചാവില്ല ഞാൻ, എനിക്ക് പറയുവാൻ ചോദിക്കാൻ പലതുമുണ്ട്. തൃശ്ശൂർ കലോത്സവം കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇതിൻ്റെ സംഘാടനത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എത്ര മാർക്ക് വേണം? ഇന്നലത്തെ നല്ല പരിപാടി ഞങ്ങൾ ഇന്നലെ വന്ന് കണ്ടിരുന്നു. ഡാൻസൊക്കെ നന്നായിരുന്നു. എവിടുന്ന് വരിക? ഞങ്ങളിവിടെ തൃശ്ശൂർ തന്നെ. പോകുന്നതാണ്. എല്ലാ പ്രോഗ്രാംസും അടിപൊളിയായിരുന്നു. ഓർഗനൈസേഴ്സിനെയും നന്നായിട്ട് നടത്തിയിട്ടുണ്ട് ഓർഗനൈസേഴ്സ്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ഓർഗനൈസേഴ്സ്. അതന്നെ പറയണമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ രാജൻ മിനിസ്റ്ററൊക്കെയാണ് ചെയർമാൻ. ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പ്രോഗ്രാമിനും എല്ലാറ്റിനും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളെ നാട്ടില് ഇത്ര 14 വർഷമല്ലേ ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ. അപ്പോൾ എന്തായാലും തകർത്ത്. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ഈ കലോത്സവം കഴിയുമ്പോൾ ഇതിന്റെ സംഘാടനം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എത്ര മാർക്ക് കൊടുക്കും? 10-ൽ 8 കൊടുക്കും. അപ്പോൾ കൊള്ളാം അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ കലോത്സവമൊക്കെ തീർന്നു? അപ്പോൾ തൃശ്ശൂരിന്റെ സംഘാടനത്തിന് എങ്ങനെയാണ്? ഇറ്റ്സ് ഗുഡ്. അപ്പം മത്സരം കണ്ടോ? കണ്ടായിരുന്നു. ഈ സംഘാടനം കൊള്ളാം അല്ലേ? ഗുഡ്. തൃശ്ശൂർ നല്ല സ്പേസ് ഉണ്ടോ? ഉണ്ട്, നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. എല്ലാ മൈതാനങ്ങൾ തന്നെയല്ലേ യൂസ് ചെയ്യാതെ നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ചന്ദ്ര താരാദി
വടകരക്കാരാണ്. അതെ അതെ അതെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ കലോത്സവത്തിൻ്റെ ഒരു സംഘാടനമൊക്കെ? കാഴ്ച 5 ദിവസം അങ്ങനെ നമ്മുടെ ഈ ഒരു കൗമാരപൂരം കഴിഞ്ഞിരിക്കും. പിന്നെ അതേപോലെ തന്നെ നല്ല സംഘാടനത്തിൻ്റെ കാര്യത്തിൽ നല്ല ഒരു കെട്ടുകാഴ്ചയിൽ വളരെ അടിപൊളി വൈബാണ്, സൂപ്പറാണ്. തൃശ്ശൂർക്കാർക്ക് എത്ര മാർക്ക് കൊടുക്കും? തൃശ്ശൂർക്കാർക്ക് സംഘാടനത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു 100 കൊടുക്കുക. ഈ മനുഷ്യരെങ്ങനെയുണ്ട് ഇവിടുത്തെ തൃശ്ശൂരെ? നമ്മൾ ഈ കോഴിക്കോടുകാരെ കുറിച്ചൊക്കെ പറയുമ്പോഴേ അവർ മറ്റേ മുഹബത്തിൻ്റെ ആൾക്കാർ, അതുപോലെ തൃശ്ശൂരാരെങ്ങനെയാണ്? കോഴിക്കോട് പ്രത്യേകിച്ച് ആദ്യത്തെ മര്യാദയിൽ ഏറ്റവും പ്രധാനമുള്ള ആളുകളാണ്, സർക്കാർ പ്രിയരാണ്. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂർക്കാർ അതേപോലെ തന്നെ ആ രീതിയിൽ തന്നെയാണ്. ഈ ഒരു ഇതുപോലെ ഈ റൗണ്ട് ഓഫ് പൊട്ട് പോലെ തന്നെ കുറച്ച് ചുറ്റം നിന്നെങ്കിലും ആളുകൾ നല്ല ആളുകളാണ്. അതെ അതെ. എവിടുന്ന് വരുന്നു? കോഴിക്കോട്. എങ്ങനെയുണ്ടായിരുന്നു ഈ തൃശ്ശൂരെ കലോത്സവത്തെ? എങ്ങനെയാണ് കാണുന്നത്? സൂപ്പറായിട്ട് കാണുന്നു. കാരണം ഇതുവരെയുള്ള കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഒരു സ്ഥലമാണ് തൃശ്ശൂർ. ഞങ്ങൾ 3-4 കലോത്സവത്തിൽ മോൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ മെച്ചപ്പെട്ടൊരു ഇത് തൃശ്ശൂരാണ് ഞങ്ങൾക്ക് കാണുന്നത്. എന്താ മോളെ പേര്? അഞ്ജന. ഏതിനത്തിലാണ്? ഗ്രൂപ്പ് ഡാൻസ്. എ ഗ്രേഡ്. നല്ല അനുഭവമായിരുന്നു. 10 on 10, 100 on 100. അത്രയും നല്ല അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുത്തെ എല്ലാവരും കോർഡിനേറ്റേഴ്സും എല്ലാവരും വളരെ അതെ അതെ. കഴിഞ്ഞ വർഷം തിരുവനന്തപുരം പോയതിനെക്കാട്ടും കൂടുതൽ നല്ലൊരു ഇത് തൃശ്ശൂരാണ് ഞങ്ങൾക്ക് അനുഭവം. എവിടെയാ? നെടുമ്പാള്. അതേതാ ജില്ല? തൃശ്ശൂർ തന്നെ, മാപ്രാണ് നെടുമ്പാള്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം? ഈ കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു സൂപ്പറായിരുന്നു. സംഘടന എങ്ങനെയുണ്ട്? നന്നായിരുന്നു. എന്താ പേര്? വിനായക. എത്രാം ക്ലാസ്സിൽ പഠിക്കുക? 2ല്. മത്സരങ്ങൾ കണ്ടിരുന്നോ? ഇനിയും തൃശ്ശൂർ വരണോ? മാലയിൽ കാർക്കൂന്തളത്തിൻ പൊടിപ്പു കണ്ടന്തണൻ അവളോട് ക്രുദ്ധനായി ചൊല്ലി, കണ്ണനോ ചാർത്തേണ്ട പൂമാലയോ നീ സ്വയം ചൂടി എച്ചിലാക്കി പെണ്ണെ. മന്ത്രി അപ്പൂപ്പനോട് എന്തെങ്കിലും പറയണ്ടോ? തൃശ്ശൂർ കലോത്സവം വീണ്ടും കൊണ്ടുപോവാ. എവിടെ? തൃശ്ശൂര്. മന്ത്രി ഇത് കേൾക്കുമെന്നറിയില്ല. ഇതുപോലെ മിനിസ്റ്റർ ഇത് കേൾക്കുകയാണെങ്കിൽ, മാളവികയല്ലേ പേര് പറഞ്ഞേ? വിനായക എന്ന കൊച്ചുമിടിക്ക് പറഞ്ഞ പോലെ കലോത്സവം വീണ്ടും തൃശ്ശൂർ തന്നെ കൊണ്ടുവരണമെന്നാണ് തൃശ്ശൂർ അല്ലാത്തവരും ഒക്കെ പറയുന്നത്. തൃശ്ശൂർ ഗഡികൾ സൂപ്പറാട്ട എന്നാണ് ഒരു കോഴിക്കോടുകാരൻ പറഞ്ഞത്. അങ്ങനെയുള്ള നല്ല അടിപൊളി കലോത്സവം സംഘാടനത്തിൽ എല്ലാവരും 100-ൽ 100 മാർക്ക് ഇതിന് കൊടുക്കുകയാണ്. അങ്ങനെ ഉത്തരവാദിത്ത കലോത്സവം വളരെ മാതൃകാപരമായി പര്യവസാനിച്ചിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.